കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCA ന്യൂ കോഴ്സിൽ കവർ ചെയ്യുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന MCS 221 ഡേറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ലേൺവൈസിൽ പ്രീവിയസ് ഇഗ്നോ എക്സാം സൈക്കിൾ ഒക്കെ തന്നെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ്. ഈ ഒരു സെഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇഗ്നോ എക്സാം സൈക്കിളിൽ വരുന്ന പ്രീവിയസ് ഒരു പാസ്റ്റ് 5 എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ്. ആ ഒരു അനാലിസിസിന്റെ ബേസിൽ ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാംസിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ടോപ്പ് 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതുപോലെ ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ഡിസ്കഷനും, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആകാം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം, ഈ ഏരിയാസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഭാഗമായിട്ട് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ മാർക്കിംഗ് സ്കീം, അതുപോലെ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ റെസ്പെക്റ്റീവ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നമ്മളുടെ ആൻസേഴ്സ് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നു സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നമുക്കറിയാം 4 ബ്ലോക്സ് ആണുള്ളത്. ആ 4 ബ്ലോക്സിലെ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസിന്റെ ബേസിലായിരിക്കും പ്രീവിയസ് ടേം ആൻഡ് എക്സാംസിന് നടന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇതിലായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻസ് കവർ ചെയ്യുക. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഏതൊക്കെ ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുക, അതുപോലെ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, പാസ് പേപ്പേഴ്സിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ. റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂവിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതിൻ്റെ വെയിറ്റേജ്, എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ഏരിയ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ. ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഏരിയ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു റിയൽ എക്സാം എക്സ്പീരിയൻസിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ ഒരു ടൈംലി മാനറിൽ നമ്മൾ എഴുതിയ എക്സാമിൻ്റെ ആ ഒരു ആൻസർ ഗൈഡ് ബുക്ക് റെഫർ ചെയ്തിട്ട് കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഇനി വരാൻ പോകുന്ന എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മളിവിടെ ഓൾമോസ്റ്റ് 6 ഇയേഴ്സിൽ ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രെൻഡ്സ്, അതുപോലെ തന്നെ റെക്കറിംഗ് ടോപ്പിക്സിൻ്റെ ഒക്കെ ബേസിലായിരിക്കും നമ്മൾ അപ്കമിങ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്കറിയാം 4 ബ്ലോക്സ് ആണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പാസ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്. അതിനുശേഷം വരുന്നത് ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം ബ്ലോക്ക് 4 ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, വെബ് മൈനിങ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അവിടുന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 വരുമ്പോൾ ഡേറ്റ മൈനിങ് ഫണ്ടമെന്റൽസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക.
ബ്ലോക്ക് 1 വെയർഹൗസ് ഫണ്ടമെന്റൽസും അതുപോലെ ബ്ലോക്ക് 2 ETL, OLAP ആൻഡ് ട്രെൻഡ്സ് ഈ ഏരിയാസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നീഡ് ഫോർ ഡേറ്റ വെയർഹൗസിംഗ്. പാസ്റ്റ് എക്സാം സൈക്കിൾസിൽ ഒരു 10 ടൈംസോളം ചോദിച്ച ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 OLTP ആൻഡ് OLAP. അപ്പം OLTP വേഴ്സസ് OLAP ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഒരു പാസ്റ്റ് പേപ്പേഴ്സിൽ 7 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡേറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പാസ്റ്റ് പേപ്പേഴ്സിൽ ഓൾമോസ്റ്റ് ഒരു 11 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സ്റ്റാർ, സ്നോഫ്ലേക്ക്, സ്കീമ ഈ ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു 12 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫാക്ട് കൺസിലേഷൻ സ്കീമ. അത് ഓൾമോസ്റ്റ് ഒരു 6 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ETL പ്രോസസ്. അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ 13 ടൈംസോളം ആണ്. ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 OLAP ഓപ്പറേഷൻസ്. അതിൻ്റെ അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ 9 ആണ് വരുന്നത്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഡേറ്റ ലേക്സ് ആൻഡ് ക്ലൗഡ് DWH. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടോപ്പിക് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 7 ഡേറ്റ മൈനിങ് വേഴ്സസ് ഡേറ്റ വെയർ ഹൗസിംഗ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 10 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡേറ്റ പ്രോസസിംഗ് സ്റ്റേജസ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. 11 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 അസോസിയേഷൻ റൂൾ മൈനിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 15 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ച ഹൈ റെലവൻറ്റ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 അപ്രോറി അൽഗോരിതം. അത് ഒരു 13 ടൈംസോളം ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 10 KNN ഡിസിഷൻ ട്രീ ക്ലാസിഫയേഴ്സ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഒരു 14 ടൈംസോളം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 11 ക്ലസ്റ്ററിംഗ്, K മീൻസ് എക്സെട്ര. ആ ഒരു ഏരിയയിൽ നിന്ന് 12 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ടെക്സ്റ്റ് ആൻഡ് വെബ് മൈനിങ്. 15 ടൈംസോളം ഹൈലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഡയമെൻഷണൽ റിഡക്ഷൻ. 9 ടൈംസോളം ചോദിച്ചു. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇതിൽ 10 അതിൽ കൂടുതൽ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഹൈലി റെലവൻറ്റ് ടോപ്പിക്ക്. 5 to 9 ടൈംസ് അപ്പിയറൻസ് വരുന്ന മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിലും <5 വരുന്നത് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസും ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ഹീറ്റ് മാപ്പ് നോക്കുവാണ്. ഇതിൽ ഓരോ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ബ്ലോക്ക് 3 യൂണിറ്റ് 9 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നമ്മൾ ഈ ഇമേജിൽ കണ്ട പോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 10 to 12 ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇതിൽ യൂണിവേഴ്സിറ്റി എക്സാമിൽ കഴിഞ്ഞ എക്സാം സൈക്കിളിലൊക്കെ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് അസോസിയേഷൻ റൂൾ മൈനിങ് അപ്രോറി അൽഗോരിതം. ബ്ലോക്ക് 3 യൂണിറ്റ് 9 കവർ ചെയ്യുന്നത്. അതിൻ്റെ തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ ടേം ആൻഡ് എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് ആൻഡ് വെബ് മൈനിങ് ബ്ലോക്ക് 4 യൂണിറ്റ് 12 കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടാണെങ്കിലും കൺസെപ്ഷണൽ ബേസ് ഒക്കെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ETL പ്രോസസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 വരുന്നതാണ്. അതിൽ ഫണ്ടമെന്റൽ ഫോർ DWH ഇംപ്ലിമെന്റേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ ആണ്. അതിൽ ജൂൺ 2022 മുതൽ 24 വരെയുള്ള പാസ്റ്റ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും നമുക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിനാണ് കവർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 180 to 220 വേർഡ്സിന് വേണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ.
ദെൻ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 4 to 5 മാർക്കിനാണ്, ഒരു 60 to 90 വേർഡ്സിനാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി ഡയഗ്രാം അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 5 to 10 മാർക്സിന്. ഇവിടെ നമ്മൾ ലേബിൾഡ് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യണം, ഒരു 50 വേർഡ്സിൽ ആൻസർ എഴുതണം. ഇനി അൽഗോരിതം അല്ലെങ്കിൽ ന്യൂമറിക്കൽ ബേസ്ഡ് പ്രോബ്ലം ഒരു 6 to 10 മാർക്കാണ് ടിപ്പിക്കലി വരിക. അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 80 to 120 വേർഡ്സിൽ എഴുതണം. ഇനി കേസ് സ്റ്റഡി സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 7 to 10 മാർക്സ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് 120 to 180 വേർഡ്സിൽ വേണം എഴുതാനും. പിന്നെ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 1 to 2 മാർക്സിന് 1 സെന്റൻസിലായിരിക്കണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ സ്നോഫ്ലേക്ക് സ്കീമ വിത്ത് എക്സാമ്പിൾസ് ആ മോഡലിലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിനായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓൾമോസ്റ്റ് ഒരു 180 to 220 വേർഡ്സിൽ വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇൻ ഡെപ്ത് ആയിട്ട് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേസിൽ ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വേണം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി. ഇനി ഷോർട്ട് നോട്ട് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവിടെ നമ്മൾ കൺസെപ്ഷണൽ ക്ലാരിറ്റിയിൽ എന്താണോ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളത് അതിനെ ഡിഫൈൻ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്ത് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4 to 5 മാർക്സ് ആയിരിക്കും ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യുക. 60 to 90 വേർഡ്സിൽ വേണം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി. നെക്സ്റ്റ് ടൈപ്പ് വരുന്ന അൽഗോരിതം അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അവിടെ നമ്മളുടെ ഒരു സ്കില്ല് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ അക്രോരിയ അൽഗോരിതം വിത്ത് സ്റ്റെപ്സ്, അപ്ലൈ കെ മീൻസ് ടു സാമ്പിൾ ഡേറ്റ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 6 to 10 മാർക്സിനായിരിക്കും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഡയഗ്രാം അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചർ ഓഫ് ഹഡോപ്പ് ഡേറ്റ വെയർ ഹൗസ്. യൂഷ്വലി ഒരു 5 to 10 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലേബിൾഡ് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്ത് കൺസൈസ് ആൻസർ ആണ് കൊടുക്കേണ്ടത്. ഓൾമോസ്റ്റ് ഒരു 50 വേർഡ്സിൽ ആൻസർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ 4 ബ്ലോക്കിൽ എത്രമാത്രം വെയിറ്റേജ് ആണ് പാസ് പേപ്പേഴ്സിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 1 എന്ന് ഓൾമോസ്റ്റ് ഒരു 20% വെയിറ്റേജ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 അതിൽ നമുക്ക് ETL, OLAP, അതിൻ്റെ ട്രെൻഡ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്ലോക്കാണ്. ഓൾമോസ്റ്റ് ഒരു 15 to 5% മാർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 ഡേറ്റ മൈനിങ് ആൻഡ് പാറ്റേൺ മൈനിങ് ഓൾമോസ്റ്റ് ഒരു 26.2% ആ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, വെബ് ഈ ഏരിയയിൽ ഒരു 38.5% മാർക്കോളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബ്ലോക്ക് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 1, ദെൻ ബ്ലോക്ക് 2. അപ്പം നമ്മളൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ളത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പാസ് പേപ്പേഴ്സിൽ കൂടുതലും എസ്സേയുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായിരുന്നു. അപ്പോൾ കറണ്ട് ട്രെൻഡിൽ ആ ഒരു എസ്സേയുടെ ട്രെൻഡ് കുറഞ്ഞു വരികയും ഷോർട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അൽഗോരിതം ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുന്നതായിട്ട് കാണും. ഡയഗ്രാം, ഇല്ലുസ്ട്രേഷൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും
നമുക്ക് അതിൻ്റെ ട്രെൻഡ് കൂടി വരുന്നതായിട്ട് കാണാം. ഷോർട്ട് നോട്ട്സ് ഡെഫിനിഷൻ ട്രെൻഡ് ഡിസംബർ 23 കൂടുകയും പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്കറിയാം എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടു. നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ അല്ലെങ്കിൽ അൽഗോരിതം ന്യൂമറിക്കൽ ആൻഡ് ഡയഗ്രാം ഇല്ലുസ്ട്രേഷൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് ഇൻക്രീസ് ആണ്. ഷോർട്ട് നോട്ട്സ് ഡെഫിനിഷൻ സ്ലൈറ്റ്ലി ഡിക്ലൈൻ സ്റ്റേജിലാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പാറ്റേൺ ഹൈലൈറ്റ് ആണ്. ഡയഗ്രാം ന്യൂമറിക്കൽ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് ഒരു 4 to 5% ഇൻക്രീസ് ആയിട്ടുണ്ട്. എസ് എ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെത് ഒരു 32% ഒരു 28% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് 4-നാണ് വെയിറ്റേജ് കൂടുതലായിട്ട് പാസ് പേപ്പേഴ്സിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 3 hour എക്സാം ആണ്, 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നമ്മളതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിന് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 60 to 70 minutes എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൾമോസ്റ്റ് ഒരു 30% മാർക്ക് നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു 35 to 40 minutes നമ്മൾ അൽഗോരിതം അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. 25% ടോട്ടലിന്റെ ഈ ഒരു ഏരിയ കവർ ചെയ്യുക. ദെൻ അടുത്ത 25 to 30 minutes ഡയഗ്രാം ഇല്ലുസ്ട്രേഷൻസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, 20 to 25 minutes ഷോർട്ട് നോട്ട്സ് ഡെഫിനിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. റിമൈനിങ് വരുന്ന ഒരു 10 to 15 minutes നമ്മളുടെ ആൻസേഴ്സ് റിവ്യൂ ചെയ്യാനും അതുപോലെ MCQ മിസ്സലേനിയസ് ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഹൈലി വെയിറ്റ് ഏജ് വരുന്ന സെഷൻസ് ആണ് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. അപ്പോൾ ആ ഒരു 2 ബ്ലോക്സ് കൂടുതൽ ഇമ്പോർട്ടൻസോട് തന്നെ പഠിച്ചിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ അപ്രോറി അൽഗോരിതം ഫോർ അസോസിയേഷൻ റൂൾ മൈനിങ് വിത്ത് ആൻ എക്സാമ്പിൾ. പാസ് പേപ്പേഴ്സിൽ 8 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ, ഡിസ്ക്രൈബ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദ സ്നോഫ്ലേക്ക് സ്കീമ ഇൻ ഡേറ്റ വെയർഹൗസിംഗ്. 7 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വൺ, റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ K-means ക്ലസ്റ്ററിംഗ് അൽഗോരിതം, ലിസ്റ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. 7 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചതാണ്. ഫോർത്ത് വൺ, വാട്ട് ഈസ് ETL, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ETL പ്രോസസ്. 7 times നമുക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് വൺ, ഡിഫൈൻ ക്ലാസിഫിക്കേഷൻ, എക്സ്പ്ലെയിൻ ഡിസിഷൻ ട്രീ അൽഗോരിതം വിത്ത് എക്സാമ്പിൾ. പാസ് പേപ്പേഴ്സിൽ 6 times ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ OLTP ആൻഡ് OLAP 6 times ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. 7th വൺ, വാട്ട് ഈസ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, ഡിസ്കസ് ഇറ്റ്സ് മെയിൻ സ്റ്റേജസ്. പാസ് പേപ്പേഴ്സിൽ 6 times ചോദിച്ചിട്ടുണ്ട്. 8th വൺ, വാട്ട് ഈസ് ടെക്സ്റ്റ് മൈനിങ്, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടെക്നിക് ഓർ ആപ്ലിക്കേഷൻസ്. 5 times എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ഡേറ്റ മാർട്ട്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഡേറ്റ വെയർഹൗസ്. 5 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് നോയ്സി ഡേറ്റ, എക്സ്പ്ലെയിൻ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് വിത്ത് ബിന്നിങ് ടെക്നിക്സ്. 5 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഫ്രീക്വൻസി ടേബിളിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് എക്സ്പ്ലെയിൻ അപ്രോറി അൽഗോരിതം ഫോർ അസോസിയേഷൻ റൂൾ മൈനിങ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 കവർ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 8 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. 9 ആണ് ആ ഒരു ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആവറേജ് സ്കോർ. നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് സ്നോഫ്ലേക്ക് സ്കീമ. ബ്ലോക്ക് 1 യൂണിറ്റ് 3 കവർ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 7 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ഒരു 9 marks ആ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ K-means ക്ലസ്റ്ററിംഗ് അൽഗോരിതം. അത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 വരുന്നതാണ്. ഓൾമോസ്റ്റ് 7 times ചോദിച്ചിട്ടുണ്ട്. 8.5 ആണ് ആവറേജ് മാർക്ക്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ETL, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 7 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. 8 ആണ് ഒരു ആവറേജ് സ്കോർ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുക. ഡിഫൈൻ ക്ലാസിഫിക്കേഷൻ, എക്സ്പ്ലെയിൻ ഡിസിഷൻ ട്രീ. ബ്ലോക്ക് 4 യൂണിറ്റ് 10 ആണ്. 6 times ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് 8.5 marks. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ OLTP ആൻഡ് OLAP. ബ്ലോക്ക് 1 യൂണിറ്റ് 1 6 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. 5 ആണ് ആവറേജ് സ്കോർ. വാട്ട് ഈസ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, ഡിസ്കസ് ഇറ്റ്സ് മെയിൻ സ്റ്റേജസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8.
പാസ് പേപ്പേഴ്സിൽ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 8 ആണ് ആവറേജ് സ്കോർ വരിക. വാട്ട് ഇസ് ടെക്സ്റ്റ് മൈനിങ്? ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടെക്നിക്സ് ഓർ ആപ്ലിക്കേഷൻസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 കവർ ചെയ്യുന്നതാണ്. ആവറേജ് നമുക്കൊരു 8 മാർക്കിന് പ്രതീക്ഷിക്കാം. പാസ് പേപ്പേഴ്സിൽ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഡേറ്റ മാർട്ട്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഡേറ്റ വെയർഹൗസ്? ബ്ലോക്ക് 2 യൂണിറ്റ് 4 5 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. 5.5 ആണ് ആവറേജ് സ്കോർ. വാട്ട് ഈസ് നോയ്സി ഡേറ്റ? എക്സ്പ്ലെയിൻ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് വിത്ത് ബിന്നിങ് ടെക്നിക്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഓൾമോസ്റ്റ് 5 ടൈംസോളം ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 7 ആണ് ഒരു ആവറേജ് സ്കോർ. ഓക്കെ, ഇനി നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഒരു ടൈംലി മാനറിൽ തന്നെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം എക്സാം തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു 5 മിനിറ്റ്സ് എടുത്ത് എങ്ങനെ ആൻസർ എഴുതണം എന്നൊരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു 12 to 14 മിനിറ്റ്സ് നമ്മൾ എടുത്തിട്ട് ആ ഒരു എൻറ്റയർ ഒരു എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, എങ്ങനെ ഓരോ ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേരുക. ദെൻ ഫോക്കസ് ഓൺ ഡയഗ്രാംസ് ആൻഡ് സ്റ്റെപ്സ്. അൽഗോരിതം ആയിക്കോട്ടെ, സ്കീമ ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്, അതുപോലെ പ്രോസസ്സുകളുടെ സ്റ്റെപ്സ്, ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോകും. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു റീകോളിംഗ് കപ്പാസിറ്റി ഒക്കെ എക്സാം ഹാളിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളൊരു പൈ ചാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 PYQ അനാലിസിസിൻ്റെ ബേസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. അതിൽ നമുക്ക് ടെസ്റ്റ് മൈനിങ്, ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, OLTP വേഴ്സസ് OLAP, ക്ലാസിഫിക്കേഷൻ or decision tree, ETL process, K-mean algorithms, NACLOS schema, a priori algorithm, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഡേറ്റ മാർട്ട് വേഴ്സസ് DWH, നോയ്സി ഡേറ്റ ആൻഡ് ബിന്നിങ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 70% ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പാസ് പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 OLTP വേഴ്സസ് OLAP ഓൾമോസ്റ്റ് ഒരു 60% പ്രോബബിലിറ്റി കൊടുക്കാം. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സ്നോഫ്ലേക്ക് സ്കീമ 70% പ്രോബബിലിറ്റി, കാറ്റഗറി ഓഫ് റെലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ETL പ്രോസസ് 80% ആണ് അതിൻ്റെ പ്രോബബിലിറ്റി, ഹൈലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 OLAP ഓപ്പറേഷൻസ് 50% മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരും. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് 60% പ്രോബിലിറ്റി, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 അപ്രോറി അൽഗോരിതം അസോസിയേഷൻ റൂൾ മൈനിങ് 80% ഇമ്പോർട്ടൻസ്, ഹൈലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 10 ക്ലാസിഫിക്കേഷൻ ഡിസിഷൻ ട്രീ 70% ഇമ്പോർട്ടൻസ് വരുന്നു, ഹൈലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 11 K-mean ക്ലസ്റ്ററിങ് 70% പ്രോബിലിറ്റി നമുക്ക് പ്രതീക്ഷ, ഹൈലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ടെക്സ്റ്റ് മൈനിങ് 50% ഇമ്പോർട്ടൻസ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ വരുന്ന ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് 30% ലോ പ്രോബിലിറ്റി വരുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെയാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡേറ്റ വെയർ ഹൗസിംഗ് നീഡ് ഓർ ബെനിഫിറ്റ്സ്, ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഡേറ്റ മാർട്ട്സ് വേഴ്സസ് ഡേറ്റ വെയർ ഹൗസ് ഒരു 40% മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 11 ഔട്ട്ലിയർ അനാലിസിസ് 20% ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ഏരിയ. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സ്റ്റാർ സ്കീമ 40% ഇമ്പോർട്ടൻസ് വരുന്നു, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്കാണ്. ഇതിൽ 70 അതിൽ കൂടുതൽ വരുന്ന പ്രോബിലിറ്റി വരുന്നതാണ് ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. 40 to 69% മീഡിയം ലെവലും, ലോ പ്രോബിലിറ്റി വരുന്നതാണ് ലെസ് ദാൻ 40%. ഓക്കെ, ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.
ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സിന് കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ടതാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട്. ഓക്കെ, അതിൽ ETL ആയിക്കോട്ടെ, അതുപോലെ OLAP, ക്ലബ് ഓപ്പറേഷൻസ്, ഈ ഏരിയ ഇൻക്ലൂഡിങ് ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ട് ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് പ്രോസസ്സ്, റൂൾ അസോസിയേഷൻ റൂൾ മൈനിങ്, അപ്രോരി അൽഗോരിതം, ക്ലാസിഫിക്കേഷൻ ഡിസിഷൻ ട്രീ, കെ മീൻസ് അൽഗോരിതം, കെ മീൻസ് ഇൻ റെക്കറൻ അൽഗോരിതം, ഈ ഏരിയ എന്നൊക്കെ അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പാസ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ടെക്സ്റ്റ് മൈനിങ് ടെക്നിക്സ് ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ് ഓൾമോസ്റ്റ് ഒരു പാസ് പേപ്പേഴ്സിൽ 10 ടൈംസിൽ 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. നീഡ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് DWH, അതുപോലെ ഡേറ്റ മാർട്സ് വേഴ്സസ് DWH, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. പിന്നെ ഔട്ട്ലിയർ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ സ്കീമ, ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഹൈ പ്രോബബിലിറ്റി, അതായത് ഫസ്റ്റ് റിവൈസ് ചെയ്യേണ്ട ഏരിയാസ്: ETL പ്രോസസ്, അപ്രോരി അൽഗോരിതം, അസോസിയേഷൻ റൂൾ മൈനിങ്, ദെൻ സ്നോഫ്ലേക്ക് സ്കീമ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ ട്രീ, കെ മീൻ, ക്ലസ്റ്ററിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യേണ്ടിടത്ത് ഡയഗ്രാം എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 തവണയെങ്കിലും ഈ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. മീഡിയം പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റിയിൽ വരുന്ന ഏരിയ ആണ് OLTP വേഴ്സസ് OLAP, ദെൻ OLAP ഓപ്പറേഷൻസ്, ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, ടെസ്റ്റ് മൈനിങ്, സ്റ്റാർ സ്കീമ, ഡേറ്റ മാർട്സ് വേഴ്സസ് ഡേറ്റ വെയർഹൗസ്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ഏരിയാസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആയിക്കോട്ടെ, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് ആയിക്കോട്ടെ, കീ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാം അപ്പിയർ ചെയ്യാൻ. ഇനി ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ഏരിയ ആണ് മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ്, നീഡ് ഓർ ബെനഫിറ്റ് ഓഫ് DWH, ഔട്ട്ലിയർ അനാലിസിസ്. അപ്പം ഈ ഒരു ഏരിയ എന്നൊക്കെ സമ്മറി രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 70% കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ETL, അപ്രോരി, സ്നോഫ്ലേക്ക്, ഡിസിഷൻ ട്രീ, കെ മീൻസ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ഈ ഓറഞ്ച് കളർ. റെഡ് കളറിൽ കൊടുത്തേക്കുന്ന ഹൈലി ഇമ്പോർട്ടൻറ്റ്, ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് OLTP വേഴ്സസ് OLAP, പ്രീ പ്രോസസ്സിംഗ്, ടെസ്റ്റ് മൈനിങ്, OLAP ഓപ്പറേഷൻസ്, സ്റ്റാർ സ്കീമ, ഡേറ്റ മാർട്സ് വേഴ്സസ് DWH. ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഗ്രേ പോർഷൻസിൽ വരുന്ന മാർക്കറ്റ് ബാസ്കറ്റ്, DWH ബെനഫിറ്റ്സ്, ഔട്ട്ലിയർ. അപ്പം നമ്മൾ എപ്പോഴും ഈ ഹൈ ഈൽഡ് ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുത്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. മീഡിയം ലെവൽ ഓഫ് ടോപ്പിക്സ് വരുമ്പോൾ ആ ഒരു ടോപ്പിക്സ് അറ്റ്ലീസ്റ്റ് 1 റൗണ്ടെങ്കിലും നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഇനിയും വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കറിയാം 3 hours ആണ് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. മാക്സിമം സ്കോർ 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നേക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 is കമ്പൽസറി ആൻസർ any 3 questions ഫ്രം ദ റെസ്റ്റ് ആണ്. എ പാർട്ട്, അതിൽ ഫസ്റ്റ് വണ്ണിൻ്റെ എ പാർട്ടാണ്. എ റീറ്റെയിൽ ചെയിൻ വാണ്ട്സ് ടു ഒപ്റ്റിമൈസ് ഇറ്റ്സ് സെയിൽ സ്ട്രാറ്റജി യൂസിങ് എ ഡേറ്റ മൈനിങ്. പ്രിപ്പയർ ആൻഡ് എക്സ്പ്ലെയിൻ എ Snowflake schema diagram for this scenario, including dimensions for product, store, time, promotion, and fact, that is sales transactions. Clearly describe the structure and justify the use of Snowflake over star schema for their needs. The block 1 unit 3 Snowflake schema ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിൽ given the following transactional data set, use the Apriori algorithm to identify all frequent item set with minimum support equal to true and confidence is equal to 70%. Data set തന്നിട്ടുണ്ട്. T1 വരുന്ന സെറ്റ് മിൽക്ക്, ബ്രെഡ്, ബട്ടർ. T2 സെറ്റ് ഓഫ് മിൽക്ക്, ഡയപ്പർ, ബിയർ, എഗ്സ്. T3 സെറ്റ് ഓഫ് മിൽക്ക്, ബ്രെഡ്, ഡയപ്പർ, ബട്ടർ. T4 ബ്രെഡ്, ബട്ടർ.
T5 set of milk, bread, dapper, beer. List all the steps, items that support and one association rule with the calculation of confidence. Block 3 Unit 9 അപ്രോറി അൽഗോരിതത്തിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1ന്റെ തന്നെ സി പാർട്ട്, a bank want to improve customer segmentation, explain how the k-mean clustering algorithm can be used in the scenario, create a hypothetical table of customer data, at least 6 records, 2 features, assign initial centroid and show 2 iteration of cluster assignment and centroid update. ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 11. k-means clustering എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ തന്നെ ഡി പാർട്ട്, റൈറ്റ് എ ഷോർട്ട് കേസ് സ്റ്റഡി. A social media platform want to recommend a new connection to users. How can classification using decision tree be applied to solve this? Construct a simple data set which include 5 records, features like activity level, common interest and connection status, and to draw a decision tree to predict the probability of a new connection. ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 10 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ ട്രീ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് വണ്ണിന്റെ എ പാർട്ട്, with a suitable diagram explain the complete ETL process for a logistics company integrating data, warehouse, shipment, customer data. Describe at least one challenge faced at each stage, extract, transform, load and how it can be mitigated. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ETL പ്രോസസ്സിംഗ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വണ്ണിന്റെ ബി പാർട്ട്, ഡിസ്കസ് ദ OLTP വേഴ്സസ് OLAP paradigm with reference to the healthcare sector. Provide one example, each table or diagram of the transaction and an analytical query, and list 3 major differences in their operation and data structure. The block 1 unit 1 OLTP versus OLAP എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് വണ്ണിന്റെ എ പാർട്ട്, enumerate the major steps of data pre-processing of a mobile app usage data set. Given this data, at least 5 record with the missing and noisy values. Show how you would clean, integrate, transform and reproduce it for mining. Block 3 യൂണിറ്റ് 8 ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 ബി പാർട്ട് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ടെക്സ്റ്റ് മൈനിങ്. Given a small set of user review on an e-commerce site, demonstrate with the steps and output how text categorization and text clustering can be applied to discover useful pattern for the business. The block 4 unit 12 text mining ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫോർത്ത് വണ്ണിന്റെ എ പാർട്ട്, കൺസിഡർ ദ ഫോളോയിങ് ഡേറ്റ വെയർഹൗസ് ക്യൂ ഫോർ എ സെയിൽസ് കമ്പനി. ഡയമെൻഷൻ തന്നിട്ടുണ്ട്, റീജിയൻ നോർത്ത് സൗത്ത്, പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് ലാപ്ടോപ്പ് ടാബ്ലറ്റ്, ടൈം Q1 Q2, മെഷേഴ്സ് തന്നിരിക്കുന്ന ടോട്ടൽ സെയിൽസ് ആണ്. Given a table of sales data, perform a roll-up operation and drill down operation. Show all intermediate tables and explain the business insight gained from each operation. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 OLAP operations എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫോർത്ത് വണ്ണിന്റെ തന്നെ ബി പാർട്ട്, എ സ്റ്റാർട്ടപ്പ് ഈസ് പ്ലാനിങ് ടു യൂസ് ബോത്ത് ഡേറ്റ മാർട്ട് ആൻഡ് centralized data warehouse for their analytics. Compare the two architectures in detail using diagrams and provide a scenario where each is optimal. Block 2 unit 4 data mart versus data warehouse എന്ന് ചോദിച്ചിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് വൺ, write short notes on the following 4 of the following. Okay. Write a short note on any of 4 of the following ആണ് തന്നിട്ടുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. എ പാർട്ട്, സ്റ്റാർ സ്കീമ വേഴ്സസ് സ്നോഫ്ലേക്ക് സ്കീമ. അതിൽ ഡയഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിൽ കീ ചലഞ്ചസ് ഇൻ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ട്, ആപ്ലിക്കേഷൻ ഓഫ് അസോസിയേഷൻ റൂൾ മൈനിങ് ഇൻ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ട്, ഡിഫറൻസസ് ബിറ്റ്വീൻ
സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ബ്ലോക്ക് 4 യൂണിറ്റ് 10ഉം 11ഉം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പാർട്ട്. OLAP ഡേറ്റ ക്യൂബ് ആൻഡ് ഇറ്റ്സ് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇനി 4 ആണ്. ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ടാണ് ടോട്ടൽ 20 മാർക്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ മാർക്കിംഗ് സ്കീം അല്ലെങ്കിൽ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൾ റെസ്പെക്റ്റീവ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.